മരണം വിരുന്നൊരുക്കുന്ന ഡെവിൾസ് കിച്ചൻ അഥവാ ഗുണ കേവിൻ്റെ യഥാർത്ഥ കഥ എന്താണ്? ആകെ രക്ഷപ്പെട്ടത് ഒരേ ഒരാൾ മാത്രം. മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ സംബന്ധമായ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി മാറിയതോടെ ചർച്ചയാവുകയാണ് ഗുണ കേവ്. കാഴ്ചകൾ കൊണ്ട് അതിമനോഹരമെങ്കിലും അപകട മരണങ്ങൾ കൊണ്ട് സമ്പന്നമായതിനാലാണ് ഗുണ കേവ് അധികവും ശ്രദ്ധേയമായത്. എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത? മുൻപ് ഡെവിൾസ് കിച്ചൻ എന്നറിയപ്പെട്ടിരുന്ന ഗുഹ എങ്ങനെ ഗുണ കേവായി മാറി? കൊടൈക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരിടമാണ് ഗുണ കേവ്. 3 തൂണുകൾ പോലെ നിൽക്കുന്ന കൂറ്റൻ പാറകൾക്കിടയിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. 2 പാറകളിൽ പിടിച്ച് സമാന്തരമായി 3ാമത്തെ പാറയിലൂടെ ഊർന്നിറങ്ങിയാലാണ് ഈ ഗുഹയിൽ എത്തുക. അത് തീരെ എളുപ്പവുമല്ല. അങ്ങനെ ഈ ഗുഹയിൽ ഇറങ്ങാൻ ശ്രമിച്ചവരിൽ അധികവും മരണമടഞ്ഞിരുന്നു. ലഭ്യമായ കണക്കുകൾ പ്രകാരം 13 പേരുടെ മരണം സംഭവിച്ച ഇടമാണ് ഇത്. പണ്ട് ഡെവിൾസ് കിച്ചൻ എന്നായിരുന്നു ഇവിടം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കമലഹാസൻ നായകനായ ഗുണ ഹിറ്റായതോടെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ ഈ ഗുഹയെ ഗുണ കേവ് എന്ന് വിളിച്ചു തുടങ്ങി. കാരണം കമലഹാസൻ നായകനായ ആ ചിത്രം ഈ ഗുഹയ്ക്കുള്ളിലായിരുന്നു ചിത്രീകരിച്ചത്. 1821 ആണ് ഡെവിൾസ് കിച്ചൻ കണ്ടെത്തുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. BS വാർഡ് എന്ന അമേരിക്കക്കാരനായിരുന്നു അതിനു പിന്നിൽ. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അനുസരിച്ച് ഇത് പഞ്ചപാണ്ഡവർ താമസിക്കുകയും അവർ അടുക്കളയായി ഉപയോഗിക്കുകയും ചെയ്ത സ്ഥലമാണ്. ഗുണ സിനിമയുടെ റിലീസിന് ശേഷം ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുകയും ഗുഹയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒട്ടേറെ മരണങ്ങൾ സംഭവിച്ചതോടെ ഈ ഗുഹ ഇരുമ്പ് കമ്പികെട്ടി ആളുകളെ നിയന്ത്രിക്കുന്ന തരത്തിലാക്കി. അടുക്കള എന്ന പേര് പാണ്ഡവരിൽ നിന്നാണ് വന്നത്. പക്ഷേ പിശാചി എന്ന പേര് എവിടെ നിന്നാണ് വന്നത് എന്നതിൽ വ്യക്തതയില്ല. ഗുഹയിലെ വെളിച്ചമില്ലാത്ത ഇരുണ്ട പ്രദേശമാണ് ഇതിന് കാരണമെന്ന് ആളുകൾ കരുതുന്നു. അനേകം മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് വവ്വാലുകളുടെയും ആവാസ കേന്ദ്രമാണിത്. ഇരുട്ടും വവ്വാലുകളും ആളുകൾക്ക് പിശാച് എന്ന ധാരണ നൽകി. അങ്ങനെ ഈ പേരിലേക്ക് എത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്തായാലും ധാരാളം മരണങ്ങൾ നടന്ന ഈ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടത് സുഭാഷ് എന്ന മലയാളി യുവാവ് മാത്രമായിരുന്നു. കേരളത്തിൽ നിന്നും കൊടൈക്കനാലിൽ യാത്രയ്ക്കെത്തിയ 6 അംഗ സംഘത്തിലെ സുഭാഷ് വഴുതി വീണതാണ് ഗുഹയിലേക്ക്. പോലീസോ ഫയർഫോഴ്സോ ഒന്നിനും തയ്യാറായില്ല. മുൻപ് കുടുങ്ങിയ മന്ത്രിയുടെ മകനു വേണ്ടി ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടും ആരും തയ്യാറാകാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ സുഭാഷിനു വേണ്ടി സുഹൃത്ത് സിജു ഈ ഗുഹയിലേക്ക് ഇറങ്ങി. 600 അടി താഴ്ചയിൽ സുഭാഷിനെ കണ്ടെത്തി. ആ സംഭവമാണ് ഇന്ന് ഹിറ്റായ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ പ്രമേയം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഗുണ കേവിനെ പറ്റിയും മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയെ പറ്റിയുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.